ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഡേ ഇൻ അവർ ലൈഫാണ്. അപ്പോൾ ഇതിന് മുന്നത്തെ വീഡിയോ അത് തന്നെയൊക്കെ ആയിരുന്നു കേട്ടോ. ഡേ ഇൻ മൈ ലൈഫ് കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ കാണാം. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഏട്ടനത് ആ പൊറോട്ട വെച്ചിട്ട് സാൻഡ്വിച്ച് പോലെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. ആ സാൻഡ്വിച്ച് എന്ന് പറയാനായിട്ട് അധികം ഒന്നുമില്ല, ചീസും മുട്ടയും മാത്രം വെച്ച് കൊടുത്തേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മളിത് ആ കട്ടനൊക്കെ കുടിക്കണം. അപ്പോൾ ഇന്നാണെങ്കിൽ നല്ല പനിയുടെ ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ വേദന കട്ടനൊക്കെ കുടിച്ചു. അപ്പോൾ ഉണ്ണിയാണ് നല്ല ഉറക്കമാണ്. അപ്പോൾ ഞാൻ അവനെ നോക്കുമ്പോൾ അവൻ കൈയും കാലൊക്കെയിട്ട് ഇങ്ങനെ ഇടയ്ക്കിട്ട് ഇങ്ങനെ പൊക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വേഗം തന്നെ പോയിട്ട് അരി കഴുകിയിടാന്ന് വെച്ചിട്ടോ. അല്ലെങ്കിൽ ഞാൻ എഴുന്നേറ്റ് അലമ്പാണെങ്കിൽ നമ്മളത് മൊത്തം ദിവസം പോയി കിട്ടും. അപ്പോൾ ഞാൻ വേഗം തന്നെ പോയിട്ട് അരിയൊക്കെ കഴുകിയിട്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ വരുമ്പോഴത്തേനും അല്ലെങ്കിൽ ഫുഡാവില്ല. അപ്പോൾ നമ്മൾ കുക്കറിലാണ് അരി ഇടണേ. അപ്പോൾ നമുക്ക് ജസ്റ്റ് 2-3 വിസിലൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചോറാവും കേട്ടോ. അപ്പോൾ ആ വിസിലൊക്കെ വന്നു. അത് കഴിഞ്ഞ് ഞാൻ എന്താ വന്ന് ചായയും പിന്നെ റസ്ക്കാട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് പനിയുടെ ഇതൊക്കെ ഉള്ള കാരണം അങ്ങനെ അത്ര ഹെവി ആയിട്ടൊന്നും കഴിക്കാൻ തോന്നുന്നില്ല. അപ്പോൾ ആ റസ്ക്കും ചായയാണ് കേട്ടോ കഴിക്കണത്. അത് കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ണിയൊക്കെ എഴുന്നേച്ച് വന്നു. അവനാണ് ഇന്ന് ഭാഗ്യത്തിന് നല്ല മൂടായിട്ട് എഴുന്നേച്ച് വന്നു കേട്ടോ. വലിയ അലമ്പൊന്നും ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ സാധാരണ അവൻ എഴുന്നേച്ച് കഴിഞ്ഞിട്ടാട്ടോ അവനെയും കൊണ്ടുവന്നാണ് സാധാരണ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവനുള്ളത് ഉണ്ടാക്കുക. ഇഡ്ഡലി അങ്ങനത്തെയൊക്കെയാണ് നമ്മൾ മുന്നേ ഉണ്ടാക്കും. പിന്നെ അങ്ങനത്തെ ഇതൊന്നും അത്ര ഇഷ്ടമില്ലാത്ത കാരണം മിക്കതും ദോശ തന്നെയായിരിക്കും കേട്ടോ. ദോശയും പിന്നെ ചപ്പാത്തി അങ്ങനത്തെയൊക്കെ ആയിരിക്കും. അപ്പോൾ പിന്നെ നമ്മൾ അവൻ വന്നിട്ട് തന്നെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കുട്ടി കുട്ടി ദോശയാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരൊക്കെ പോയിട്ട് കാണാം. ഇതാകുമ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വേറെ കറി ഇതൊന്നും വേണ്ട, തന്നെ ഇങ്ങനെ കഴിച്ചോളും കേട്ടോ. അപ്പോൾ നമ്മളിത് ഇങ്ങനെ കുട്ടി കുട്ടി ദോശയായിട്ട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലെ ബട്ടറോ നെയ്യോ ഓയിൽ എന്തെങ്കിലും ഇതൊക്കെ ഒഴിച്ച് കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം ഇരിക്കണം കേട്ടോ. അത് കഴിയുമ്പോഴത്തേനും നല്ല ഇങ്ങനെ ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ ചെറുതായിട്ട് ഉണ്ടാക്കിയിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ ഞങ്ങൾ അവനെ പല്ലേക്കാനായിട്ട് ഞങ്ങൾ പോയിട്ടോ. അതിന് മുന്നേ അവൻ്റെ പ്ലേറ്റ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി വെക്കുകയാണ്. കാരണം അവൻ്റെ പ്ലേറ്റിൽ മാത്രമേ കഴിക്കുള്ളൂ, വേറെ പ്ലേറ്റ്സ് ഒന്നും കൊടുത്തു കഴിഞ്ഞാൽ അവന് പിടിക്കില്ല. അപ്പോൾ നമ്മൾ അവൻ്റെ പ്ലേറ്റ്സൊക്കെ ഒന്ന് കഴുകി വെച്ച് അവിടെ വെക്കും കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ ദോശ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കാട്ടോ, അടിപൊളിയാണ്. അത് കഴിഞ്ഞ് ഞങ്ങളിത് ആ പല്ലേക്കാൻ പോകുന്ന രംഗാട്ടോ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അവനെ പോയിട്ട് അവൻ തന്നെ പോയിട്ട് അവൻ്റെ കസാരയൊക്കെ എടുത്തിട്ട് വരും. അവൻ്റെ കസാര അവൻ്റെ ബ്രഷൊക്കെ അവൻ തന്നെ എടുക്കും കേട്ടോ. അപ്പോൾ ഇത്ര ഇൻട്രസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലത്തെ കോൾഗേറ്റ് ഭയങ്കര ഇഷ്ടമാണ് വായിലിടാൻ. അത് കാരണമായിട്ട് ഇത്ര ഇതിൽ വന്നിരിക്കണം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ കൊള്ളിട്ട് വയൽ പോവും. കാരണം ഫസ്റ്റ് അവൻ തന്നെ തയ്ക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവൻ തരുള്ളൂ ബ്രഷ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തയ്ച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ അതൊന്നും വെയിറ്റ് ചെയ്തിരിക്കണേ. തുപ്പിയേ ഈ പിടിച്ച് ഈ പിടിക്ക് ഈ പിടിച്ച്. അങ്ങനെ നമ്മുടെ ഒരു ഗുസ്തിയൊക്കെ കഴിഞ്ഞ് നമ്മളത് ആ കിച്ചണിൽ പിന്നെ തിരിച്ചെത്തിയിട്ടാ. അപ്പോഴത്തേനും പിന്നെ അവന് നല്ല അങ്ങനെ പല്ലുചപ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ നല്ല വിശപ്പുണ്ട്. പിന്നെ എന്ത് കൊടുത്താലും രാവിലെ എന്ത് കൊടുത്താലും പെട്ടെന്ന് കഴിച്ചോളും. പിന്നെ കുറേ ടൈം അങ്ങനെ ഇരിക്കില്ല. അപ്പോൾ പിന്നെ അതാ നമ്മുടെ ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവൻ്റെ പ്ലേറ്റിലൊക്കെ ഇട്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ചെറിയൊരു മധുരമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ കഴിച്ചോളും. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ചെയറുണ്ട്. അവന് ആ ചെയറിൽ തന്നെ ഇരിക്കണം. അങ്ങനെ കുറച്ച് പിടിവാശികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവൻ്റെ ചെയറിലൊക്കെ കൊണ്ടിരുത്തി അവൻ പിന്നെ ദോശ കഴിച്ചു തുടങ്ങി കേട്ടോ. ഗുഡ് ബോയ് ആണോ ബാഡ് ബോയ് ആണോ? ബാഡ് ബോയ് ആണോ ഗുഡ് ബോയ് ആണോ? പറ ചുടി പോയി. കൈകൊണ്ട് കാണിച്ച് അടിപൊളിന്ന് എങ്ങനെ കൈകൊണ്ട് കാണിക്കുക? വാവോ ഗുഡ് ബോയാ ബാഡ് ബോയാ? ഗുഡ് ബോയ് ആണോ ബാഡ് ബോയ്? ഹായ് പറഞ്ഞെല്ലാവർക്കും. ഹായ്, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ഹായ് പറയില്ല? പെട്ട കുട്ടിയാണ് ഗൈസ്, ഹായ് പറയില്ല കേട്ടാ. ബാഡ് ബോയ് അല്ലേ? ഗുഡ് ബോയാ? ഏത് ബോയ്? ഗുഡ് ബോയാ? അതൊരു ഹായ് പറ. അതെന്താ ഹായ് പറയാത്തെ? ഇത് പിന്നെ ഏട്ടൻ വന്നതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ. ഏട്ടൻ വന്ന് കഴിഞ്ഞ് പിന്നെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരം നമ്മൾ അവൻ്റെ കൂടെയൊക്കെ കളിക്കും കേട്ടോ. ഏട്ടൻ കുറച്ച് നേരമൊക്കെ കളിക്കും. അത് കഴിഞ്ഞ് നമ്മളിന്ന് പുറത്ത് പോകുന്നുണ്ട്. നമുക്ക് അർജൻറ്റത്തെ ഒരു കാര്യത്തിന് പോകണമായിരുന്നു. പിന്നെ കുറച്ച് ഫിഷും മീറ്റൊക്കെ വാങ്ങാനായിട്ട് പോകണമായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ അതിന് വേണ്ടി പോവാണ്. പിന്നെ രാവിലെ നല്ല ജലദോഷമായിരുന്നു. പിന്നെ ഉച്ചയാകുമ്പോഴത്തേനും കുറഞ്ഞു കേട്ടോ. അതാണ് പിന്നെ നമ്മൾ പോയത്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും AC ഇതൊക്കെ അടിച്ച് ഒന്നും കൂടെ കൂടാണ് കേട്ടോ ചെയ്തത്. ഉണ്ണിക്കാണെങ്കിൽ പിന്നെ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ വണ്ടികളെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് കിട്ടണം. പിന്നെ അവനോട് എങ്ങോട്ടാണ് പോകണമെന്ന് ചോദിച്ചപ്പം പറയാട്ടെ ചേട്ടന്മാരുടെ അടുത്തേക്കാണ് പോകുന്നതെന്നൊക്കെ പറയാട്. അങ്ങനെ നമ്മൾ പോവാണ് കേട്ടോ. പിന്നെ നമ്മുടെ
നമ്മളിവിടുന്ന് പോയിട്ടോ നമുക്ക് പോകുന്ന വഴിക്ക് പിന്നെ ഫുൾ ഫ്ലവേഴ്സാണ്. എന്ത് രസമാണ് എല്ലാം കാണാനായിട്ട്. ഞാൻ എല്ലാ വീഡിയോസിലും ഇവിടുത്തെ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ പല കളേഴ്സ് ഫ്ലവേഴ്സ് നല്ല ഭംഗിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അങ്ങ് അകലെ നമ്മുടെ ബുർജ് ഖലീഫയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഞാനും ഉണ്ണിയും കൂടെ ഓരോന്നൊക്കെ പറയാണ് കേട്ടോ. അവനിക്ക് ഓരോന്ന് കാണിച്ചിട്ട് ഞാൻ അവൻ ഓരോന്നൊക്കെ കാണിച്ചു കൊടുക്കും. പിന്നെ ഞങ്ങൾ വണ്ടിയിൽ ഇരിക്കുകയാണെങ്കിലും ബാക്കിലായിരിക്കണമെങ്കിൽ ഞങ്ങൾ രണ്ടുപേരുടെയും തല ഫ്രണ്ടിലായിരിക്കട്ടെ എപ്പോഴും ഏട്ടൻ്റെ അടുത്തേക്ക്. ഏട്ടന് കമ്പനി കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും ഇരിക്കുന്നതാട്ടോ. അത് കഴിഞ്ഞ് നമ്മളിതാ ഫിഷ് മാർക്കറ്റിലൊക്കെ എത്തി. അത് കഴിഞ്ഞ് കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നു കേട്ടോ. കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ പിന്നെ കയറിയത്. ഉണ്ണീനെ കുറച്ച് അവനെന്തോ ഭാഗ്യം കൊണ്ട് അവിടെ അടങ്ങി ഒതുങ്ങിയൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഫിഷ് മാർക്കറ്റിലൊക്കെ കയറി. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ ഉണ്ടാവും കേട്ടോ. നമ്മളിങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ മാറി വിളിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഫുള്ളിങ്ങനെ കറങ്ങി നടന്നത്. എവിടെയാണ് വിലക്കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നാണ് വാങ്ങാം കേട്ടോ. വിലക്കുറവ് മാത്രമല്ല ഇതിൽ കുറേ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫിഷസ് ഉണ്ടാവും, പിന്നെ ഫ്രഷ് അല്ലാത്തതുണ്ടാവും. അപ്പോൾ നമുക്ക് നന്നായിട്ട് നോക്കി എടുക്കാനായിട്ട് അറിയണം. അങ്ങനെ എനിക്ക് നല്ലതൊക്കെ കിട്ടും കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളിതാ ഇങ്ങനെ കറങ്ങി നടക്കുക. പിന്നെ നോമ്പിൻ്റെ ടൈം ആയ കാരണം ഒരു 6 മണിക്ക് ആയിട്ടുണ്ടാവും നമ്മളിപ്പോൾ അവിടെ എത്തിയപ്പോൾ. അപ്പോൾ ചിലതൊക്കെ ഇങ്ങനെ അടച്ചു തുടങ്ങി. അത് കഴിഞ്ഞ് ഇതാട്ടോ പല വെറൈറ്റി ഫിഷസൊക്കെ ഉണ്ടാവും. പിന്നെ ക്രാബ്സിൻ്റെ തന്നെ പല വെറൈറ്റീസ് ഉണ്ടായിരുന്നു. എൻ്റെ ഫേവറേറ്റാണ് ക്രാബ്സ്. അത് കഴിഞ്ഞ് നമ്മൾ ആ ഫിഷസൊക്കെ വാങ്ങി അവിടെ ക്ലീൻ ചെയ്യാനായിട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഈ ക്ലീൻ ചെയ്യാൻ കൊടുത്തു കഴിയുമ്പോൾ ഇതേപോലെ ഒരു ടോക്കൺ കിട്ടും നമ്മൾ ക്ലീൻ ചെയ്യണതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് അധികം നേരം ഇങ്ങനെ അധികം വെയിറ്റ് ചെയ്യേണ്ടതെന്ന് വന്നില്ല. പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. നമ്മൾ അവിടെ കൊടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് മെസ്സേജ് വന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ പോയിട്ട് കളക്ട് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മളിതാ മീറ്റ് മാർക്കറ്റിലേക്ക് പോയി. ഇവിടെ ഫ്രഷ് ആയിട്ടുള്ള മീറ്റ്സൊക്കെ കിട്ടും കേട്ടോ. നമ്മളവിടെ ചെന്നിട്ട് പിന്നെ നമ്മുടെ ബോട്ടി ഉണ്ടല്ലോ, ബോട്ടിയാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ആ ബോട്ടി അവിടെ നിന്ന് ചേട്ടൻ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പല ആൾക്കാരെയും കാണാൻ പറ്റും കേട്ടോ. മലയാളീസും എല്ലാവരും ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മളിതാ ഫിഷ് മാർക്കറ്റിലല്ല വെജിറ്റബിൾ മാർക്കറ്റിലൊക്കെ പോയി വെജിറ്റബിൾസൊക്കെ വാങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേനും നന്നായിട്ട് ലേറ്റായിട്ടോ. നോമ്പ് തുറക്കുന്ന സമയമായി. അപ്പോൾ നമ്മൾ വിചാരിച്ചത് ടീയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന്. അങ്ങനെ നമ്മളിവിടെ കയറിയിരിക്കുന്നുണ്ട് കേട്ടോ. ഉണ്ണിയാണെങ്കിൽ ഭയങ്കര കാര്യമായിട്ട് തന്നെ നോക്കുന്നുണ്ട്. നോട്ടത്തിനൊന്നും ഒരു കുറവില്ല കേട്ടോ. ഭയങ്കരമായിട്ട് ഇങ്ങനെ നോക്കിക്കോളും. അവൻ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അവൻ പറയും കേട്ടോ. പിന്നെ ഇവിടെ അടുത്ത് തന്നെയാണ് എയർപോർട്ട് തന്നെ. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ടേക്ക് ഓഫും ലാൻഡിങ്ങും ഒക്കെ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം അതൊക്കെ ഇങ്ങനെ നോക്കിയിരുന്ന്. പിന്നെ എൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജലദോഷം വെച്ച് പോയ കാരണം ആകെ തീരെ വയ്യാതെയായിട്ടോ എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും. അത് കഴിഞ്ഞ് ഇവനെ പിടിച്ച് കുറച്ച് കളിപ്പിച്ചൊക്കെ ഇരുന്നു. ഓ പറ ഇനി എങ്ങടെ പോണ്ടേന്ന് ബാക്കി അവിടേക്ക് പോയിട്ട് എന്തിനാ? ഏത് വണ്ടി? ഇവനെ കൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോൾ തൊട്ടൊരു ഹായ് പറയിപ്പിക്കാൻ നോക്കുന്നത്. ഹായ് ഇതവരെ കിട്ടിയൊന്നുമില്ല ഗൈസ്. ആരും ഭയങ്കര ചാടയായിരുന്നു ഹായ് തരാൻ വേണ്ടി. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. അത് പറയോ? പിന്നെ എന്താ പറയാ നീ? വണ്ടി വേണ്ട അല്ലേ? വണ്ടി വേണ്ടല്ലോ. അതാ പറ. കൈ കൊണ്ട് കാണിക്കുക ഹായ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.